മലയാളി എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന സിനിമാ പാരമ്പര്യത്തിന്റെ 30 വർഷങ്ങൾ ഒരു തിരശ്ശീലയിൽ എന്ന പോലെ കാണാൻ ഒരു അവസരം. IFFK വേദിയിൽ പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് IFFK എക്സ്പീരിയൻസിയ പ്രദർശനം. 1994 മുതൽ ഇന്ന് വരെയുള്ള മേളയുടെ കാഴ്ചകളും ഓർമ്മകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. IFFKയുടെ ഭാഗമാകാൻ ടാഗോർ തിയേറ്ററിലേക്ക് എത്തുന്ന ഓരോ സിനിമാ സ്നേഹിയെയും കാത്തിരിക്കുന്ന ഒരു അത്ഭുത ലോകമുണ്ട്. 30-ലധികം വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന IFFKയുടെ ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് നാം ഓരോരുത്തരുടെയും കണ്ണും മനസ്സും കൊണ്ടെത്തിക്കുന്ന ഒരിടം. ധികം വർഷങ്ങൾക്ക് മുൻപ് മലയാളിക്ക് മുന്നിലേക്ക് ലോക സിനിമയുടെ വലിയ വാതായനങ്ങൾ തുറന്നിട്ട IFFK 1994 ഡിസംബർ 17 മലയാളിയുടെ പുതിയ സിനിമാ സംസ്കാരത്തിന് ഊന്നൽ നൽകും വിധം കോഴിക്കോട് വെച്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ആദ്യ പതിപ്പ് മലയാളിക്ക് മുന്നിലേക്ക് സമർപ്പിച്ചു. അവിടുന്ന് നീണ്ട ഒരു യാത്ര. സിനിമയുടെ വളർച്ചയ്ക്കൊപ്പം നടന്ന് IFFK അതിന്റെ 30ാം പതിപ്പിൽ എത്തി നിൽക്കുന്നു. അഭിമാനത്തോടുകൂടി നമുക്ക് ആൾക്കാരോട് പറയാൻ പറ്റുന്നത് ഞങ്ങൾ വി ഹാവ് ഡൺ ഇറ്റ് ഫോർ ലാസ്റ്റ് 30 എഡീഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ എന്നാണ് നമുക്ക് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ വ്യക്തിത്വത്തിനെ വേറെ തരത്തിൽ പാകപ്പെടുത്താനും വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഈ ഫെസ്റ്റിവൽ സഹായിക്കുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഇവിടെ കാണുന്നതെന്നാണ് പറയാൻ എനിക്ക് ആഗ്രഹം. IFFKയുടെ സിഗ്നേച്ചർ ലോഗോ തോൽപ്പാവക്കൂത്തിലെ സ്ത്രീരൂപം വിഖ്യാത ചലച്ചിത്രകാരനായ G. അരവിന്ദൻ രൂപകൽപ്പന ചെയ്തതാണ്. 1994 മുൻപേ അദ്ദേഹം വിടവാങ്ങിയെങ്കിലും ഇന്ത്യൻ പനോരമയ്ക്ക് വേണ്ടി അരവിന്ദൻ ഒരുക്കിയ ലോഗോ IFFKയുടെ മുഖമുദ്രയായി മാറുകയായിരുന്നു. IFFK വേദിയിലേക്ക് ആദ്യമായി കടന്നുവരുന്ന ഏതൊരാൾക്കും കേവലം ചിത്രപ്രദർശനം എന്നതിനുമപ്പുറം ഈ ചുവരുകൾ പറഞ്ഞു തരുന്നത് IFFKയുടെ സമ്പന്നമായ ചരിത്രമാണ്. കഴിഞ്ഞ കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായ ഇത്രയും വലിയൊരു മാറ്റം വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മറ്റ് സിനിമാ ഇൻഡസ്ട്രീസ് ആയാലും വലിയ രീതിയിൽ നമ്മൾ വളരുന്നുണ്ട്. അന്ന് എങ്ങനെയാണെന്ന് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റുന്നുള്ളൂ. പാസ്റ്റ് എത്രത്തോളം കോറുള്ളതാണ് എന്നൊരു സാധനം ഇങ്ങനെ നടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. G. അരവിന്ദനും സത്യജിത് റേയും അടക്കമുള്ള ലോകം കണ്ട സിനിമാ ലോകത്തെ രത്നങ്ങൾ ഈ ചുവരുകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ആദ്യ പതിപ്പ് മുതലുള്ള ഡെലിഗേറ്റ് ഐഡിയും തോൾസഞ്ചിയും അടക്കം യുവതലമുറയിൽ കൗതുകം നിറയ്ക്കുന്ന കാഴ്ചകൾ അനവധിയാണ്. കാലം ഇനിയും കടന്നുപോകും. ഈ ചുവരുകളിൽ ഇനിയും ഫ്രെയിമുകൾ ചേക്കേറും. കാഴ്ചകൾ ഇനിയും ബാക്കിയാവും. ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.